നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അക്കൗണ്ടിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്മുടെ മൊബൈൽ നമ്പർ നമുക്ക് ഇങ്ങനെ എളുപ്പത്തിൽ നമ്മുടെ ATM കൗണ്ടർ വഴി ചേഞ്ച് ചെയ്യാം എന്ന കാര്യത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങളോട് തന്നെ പോകാം. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഒരു ATM കൗണ്ടറിലോട്ട് പോവുക. അതിനുശേഷം നമ്മുടെ ATM കാർഡ് മിഷനിലോട്ട് കൃത്യമായിട്ട് തന്നെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. കാർഡ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീനിൽ ഇത്തരത്തിൽ രണ്ട് ഓപ്ഷൻസ് ഇനേബിൾ ആയിട്ട് വന്നത് കാണാം. ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള ഐ നോ മൈ ATM പിൻ പ്രൊസീഡ് എന്നുള്ള ഏരിയയിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പോഴേക്കും നമുക്ക് ഇത്തരത്തിൽ നമുക്കിവിടെ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്ന ട്രാൻസാക്ഷന് യൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ലാംഗ്വേജ് ഏതാണോ അത് ചൂസ് ചെയ്ത് കൊടുക്കേണ്ട മെസ്സേജ് വന്നതായിട്ട് കാണാം. അത് കൃത്യമായിട്ട് നിങ്ങളുടെ ആവശ്യാനുസരണം ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമ്മുടെ ATM പിൻ നമ്പർ എൻ്റർ ചെയ്യാനുള്ള മെസ്സേജ് ഇവിടെ അവർ അയച്ചതായിട്ട് കാണാം. അപ്പോൾ കൃത്യമായിട്ട് തന്നെ നമ്മുടെ 4 ATM പിൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നീട് നമുക്ക് ഇത്തരത്തിൽ ഒരുപാട് ഓപ്ഷൻസ് ഇനേബിൾ ആയിട്ട് വരും. നമ്മളിവിടെ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്ന ട്രാൻസാക്ഷൻ ഏതാണോ അത് നമ്മൾ ഇവിടെയാണ് ചൂസ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മളിപ്പോൾ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ലാസ്റ്റുള്ള രജിസ്ട്രേഷൻ എന്നുള്ള ഏരിയയിലാണ് ടാപ്പ് ചെയ്യേണ്ടത്. അതിൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിൽ കുറച്ചധികം ഓപ്ഷൻസ് വീണ്ടും ഇനേബിൾ ആയിട്ട് വന്നതായിട്ട് കാണാം. അപ്പോൾ ഇതിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള മൊബൈൽ നമ്പർ രജിസ്ട്രേഷൻ എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് ഇത്തരത്തിൽ രണ്ട് ഓപ്ഷൻസ് കാണാം. ഇതിൽ നമ്മൾ രണ്ടാമതായിട്ടുള്ള ചേഞ്ച് മൊബൈൽ നമ്പർ എന്നുള്ള ഏരിയയിലാണ് കൃത്യമായിട്ട് തന്നെ ടാപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി പോവുക. അതിൽ ടാപ്പ് ചെയ്യുക. പിന്നീട് നമ്മളോട് നമ്മളിപ്പം പുതുതായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന മൊബൈൽ നമ്പർ ഏതാണോ അത് എൻ്റർ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്തിട്ട് താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം ആ സെയിം പുതിയ മൊബൈൽ നമ്പർ ഒരു തവണ കൂടി റീ എൻ്റർ ചെയ്യാനായിട്ടും അവർ പറയുന്നുണ്ട്. അപ്പോൾ അതും കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും നമ്മൾ ബാങ്കിൽ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ട് ഒരു മെസ്സേജ് വരുന്നതാണ്, ഒരു ടെക്സ്റ്റ് മെസ്സേജ്. അതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഒരു 4 OTP നമ്പർ, അതേപോലെ തന്നെ ഒരു റെഫറൻസ് നമ്പർ എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് നടത്തുന്ന പ്രോസസ്സിന് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക ആ മെസ്സേജ്. അതിനുശേഷം നമുക്ക് സ്ക്രീനിൽ ഇത്തരത്തിലൊരു മെസ്സേജ് ഇവിടെ വന്നതായിട്ട് കാണാം. അതായത് ഇവിടെ പറയുന്നത് നമ്മൾ ഈ പ്രോസസ്സ് ATMൽ നിന്ന് ചെയ്ത് 4 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ഈ താഴെ പറയുന്ന 56 76 76 എന്നുള്ള നമ്പറിലോട്ട് ഈ മേലെയുള്ള ഈ ഫോർമാറ്റിൽ, അതായത് ആക്ടിവേറ്റ് പിന്നെ സ്പേസ് ഇടുക, പിന്നെ വന്നിട്ടുള്ള OTP വാല്യൂ, അതിനുശേഷം ഒരു സ്പേസ് കൂടി ഇട്ടിട്ട് നമുക്ക് മെസ്സേജിൽ വന്നിട്ടുള്ള റെഫറൻസ് നമ്പർ എന്ന നിലക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ആ ടെക്സ്റ്റ് മെസ്സേജ് അയച്ച് അല്പസമയത്തിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ കൃത്യമായിട്ട് തന്നെ ചേഞ്ച് ആവുന്നതാണ്. നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ച് പോവുക.